പ്രിയപ്പെട്ടവരെ, അങ്ങനെ മഹാവ്യാഴമാറ്റം സംഭവിക്കുകയാണ്. 2026 ജൂൺ മാസം 2-ാം തീയതി രാത്രി 1:48 വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് മാറുകയാണ്. അതായത് വ്യാഴസംക്രമം സംഭവിക്കുകയാണ്. 1201 ആണ്ട് ഇടവമാസം 19-ാം തീയതി മൂലം നക്ഷത്രത്തിലാണ് ഈ സംക്രമം നടക്കുക. കർക്കിടകം രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ്. ഉച്ചരാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ ഒട്ടേറെ നക്ഷത്രങ്ങൾക്ക് ഗുണപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ ഈ മാറ്റം അത്ര കണ്ട് ഗുണകരവും ആയിരിക്കുകയില്ല. 12 വർഷത്തിന് ശേഷമാണ് ഈ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം കർക്കിടകത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഒരു വർഷക്കാലമാണ് വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നത്. 2025 മെയ് മാസം 14-ാം തീയതി തൊട്ട് മിഥുനം രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത്. 12 രാശികളിലായിട്ട് നിലകൊള്ളുന്ന 27 നക്ഷത്രങ്ങൾക്കും വ്യാഴത്തിന്റെ പ്രഭാവം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ഗ്രഹനിലയും വ്യാഴത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടുള്ള വഴിപാടുകളൊക്കെ നിർണയിച്ചു വേണം ഈ കാലഘട്ടത്തിൽ ദോഷങ്ങളെല്ലാം നമ്മൾ പരിഹരിക്കേണ്ടത്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വ്യാഴമാറ്റത്തെയും വ്യാഴമാറ്റം കൊണ്ടുള്ള ഗുണം വർദ്ധിച്ചു വരാനുള്ള പരിഹാരങ്ങളെയും അതുപോലെ തന്നെ ദോഷങ്ങൾ കുറയ്ക്കാനുള്ള ചില നിർദ്ദേശങ്ങളെയും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് കാണാൻ പറ്റും. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അതിനായിട്ട് ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനും റെക്കമെൻഡേഷനും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാവുക. എങ്കിലല്ലേ നിങ്ങളുടെ പേരും മറ്റു ഡീറ്റെയിൽസും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയൂ. അപ്പോൾ അതിനെ ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് വ്യാഴമാറ്റത്തെക്കുറിച്ച് വിശദമായിട്ടൊന്ന് നോക്കാം. വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട് നമ്മളിന്ന് കുംഭക്കൂറിനെയാണ് നോക്കുന്നത്. അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 3/4 ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് 2-ാം ഭാവാധിപനും 11-ാം ഭാവാധിപനുമായ വ്യാഴം 5-ാം ഭാവത്തിൽ നിന്നും 6-ാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുകയാണ്. അതിനാൽ കുംഭം രാശിയുടെ 2-ാം ഭാവത്തിലേക്കും 10-ാം ഭാവത്തിലേക്കും 12-ാം ഭാവത്തിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട്. ദൈവാധീനം നേടിയെടുത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നത് സൂചിപ്പിക്കുന്നുണ്ട്. സേവനങ്ങൾ ചെയ്ത് നല്ല ഗുണ അനുഭവങ്ങൾ ലഭിക്കാൻ ഇടയുള്ള കാലഘട്ടമാണ്. കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടായി വരുന്നതാണ്. സ്ഥാനക്കയറ്റം ഉണ്ടായി വരുന്നതാണ്. കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന തൊഴിൽ തരപ്പെടുന്ന കാലഘട്ടം കൂടിയാണ്. ഒരു തൊഴിലിൽ നിന്ന് മറ്റൊരു തൊഴിലിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷക്കാലയളവിൽ അതിനുള്ള ഒരു അവസ്ഥ ഒരുങ്ങിക്കിട്ടുന്നതാണ്. പക്ഷേ അതൊരു എടുത്തുചാട്ട മനോഭാവം പോലെ ആകരുത്. അതായത് മികച്ച തൊഴിലിൽ നിൽക്കുമ്പോൾ കൂടുതൽ ധനമോഹമായിട്ട് മറ്റൊരു തൊഴിലിലേക്ക് മാറുന്നത് അത്ര കണ്ട് ശോഭനീയമായിരിക്കില്ല. ഈശ്വരവിലാസം അവിടെ കുറഞ്ഞു പോകും എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. കാലുകളുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് പുതിയ ചികിത്സയിലൂടെ ഭേദം വരുന്നതാണ്. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷുഗർ, പ്രഷർ തുടങ്ങിയ രോഗങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്നവർ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കണം. വീട് പണി ആരംഭിക്കാൻ കഴിയുന്നതാണ്. വീട് പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഏതൊക്കെ കാരണങ്ങളാൽ മുടക്കം വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഘട്ടത്തിൽ നിൽക്കുന്നവർക്ക് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകാനും പണി പൂർത്തീകരിക്കാനും കഴിയുന്നതാണ്. വസ്തു മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തരപ്പെട്ട വസ്തു ലഭിക്കുന്നതാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ചില മാർഗ തടസ്സങ്ങളുണ്ട്. ഈശ്വരാധീനം വർദ്ധിപ്പിച്ചാൽ മാത്രമേ ആ തടസ്സങ്ങളിൽ നിന്ന് മുക്തമായിട്ട് വിദേശ യാത്ര സംജാതമാവുകയുള്ളൂ. വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഗുണം ലഭിക്കുന്നതാണ്. വിദേശത്ത് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തണം. തൊഴിലിൽ തടസ്സമുണ്ടാവുക, റിക്രൂട്ട്മെൻറ്റിലെ ചതി മുതലായവയെ സൂക്ഷിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പുതിയ പാഠ്യപദ്ധതിയിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ്. കലാ കായിക പ്രവർത്തനങ്ങളിൽ പ്രശസ്തി നേടിയെടുക്കാൻ കഴിയുന്നതാണ്. കേന്ദ്ര സർവീസിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭ്യമാകുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ വേണം. ഉദരവൈഷമ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ കൃത്യമായിട്ട് തന്നെ ഡോക്ടറെ കണ്ട്
പരിശോധനകൾ നടത്തേണ്ടതാണ്. ചികിത്സയിലൂടെ ഭേദമാക്കാവുന്ന അസുഖം തന്നെയായിരിക്കും. അത് വച്ച് വർദ്ധിപ്പിക്കരുത്, അതിനെ മൂർച്ഛിപ്പിക്കരുത് എന്നൊരു സൂചന കാണുന്നുണ്ട്. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ലഭിക്കുന്ന കാലഘട്ടമാണ്. പക്ഷേ കടമെടുത്തിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ജാഗ്രത വേണം. കാരണം തിരിച്ചടവ് കുറച്ച് അമാന്തം വരുത്തുന്ന കാലഘട്ടം കൂടിയാണിത്. അധികാരപ്രാപ്തി ഉണ്ടാകുന്നതാണ്. കർമ്മരംഗത്ത് നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ലോണുകൾക്ക് അനുമതി ലഭ്യമാകുന്നതാണ്. ശത്രുശല്യം പൊതുവിൽ കുറഞ്ഞു കിട്ടുന്നതാണ്. ധനധാന്യ വസ്ത്ര ആഭരണാദി ലാഭം ഉണ്ടായി വരുന്നതാണ്. പൂർവികമായ സ്വത്തുക്കൾ നമുക്ക് ഷെയർ ചെയ്ത് ലഭിക്കാനൊക്കെയുള്ള യോഗമുണ്ട്. പട്ടാളം, പോലീസ് മുതലായ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ കരിയറിൽ ഉയർച്ചയുണ്ടാകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുക, ബഹുമതികൾ കിട്ടാം, അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ കാണുന്നുണ്ട്. വാഹനം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് മേടിക്കാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. ദീർഘദൂര യാത്രകളിലൂടെ നേട്ടം ഉണ്ടാകുന്നതാണ്. പക്ഷേ യാത്രയിൽ നമ്മുടെ വിലപ്പെട്ട വസ്തുക്കൾ വളരെയധികം സൂക്ഷിച്ചുപയോഗിക്കണം. ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. വെള്ളവുമായി സമ്പർക്കപ്പെട്ടിട്ടുള്ള വിനോദയാത്രകൾ വളരെയധികം ചുരുക്കേണ്ടതാണ്. വെള്ളവുമായി ബന്ധപ്പെട്ട് ചില അപകടങ്ങളെ കാണിക്കുന്നത് കൊണ്ട് തന്നെ സന്ധ്യാസമയത്തൊക്കെ കടലിലൊക്കെ ഇറങ്ങുന്നത് കുറച്ചുകൂടി ജാഗ്രത വേണം. മാത്രമല്ല കയ്യിലോ കഴുത്തിലോ ഒക്കെയുള്ള ആഭരണങ്ങളൊക്കെ കടൽ ജലം, പുഴ ജലത്തിലൊക്കെ വീണിട്ട് നഷ്ടമായി പോകാനുള്ള സാധ്യതയും ഇവിടെ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ അനാവശ്യമായിട്ടുള്ള ചില അസ്വാരസ്യങ്ങൾ ഉടലെടുത്തേക്കാം. പരമാവധി ദേഷ്യത്തെ കുറിച്ചിട്ടുള്ള ഇടപെടലിലൂടെ നമുക്കിത് മാറ്റിയെടുക്കാനും പറ്റുന്നതാണ്. കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും നടപ്പിലാകാതെ നിൽക്കുന്നവർക്ക് കുറച്ച് അനുകൂലങ്ങൾ വരുന്ന കാലഘട്ടമാണ്. പക്ഷേ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള അന്വേഷണം വ്യാപിപ്പിക്കണം. എങ്കിൽ മാത്രമേ മംഗലത്തിന് അവസരങ്ങൾ ലഭ്യമാകൂ. പുതിയ പ്രവർത്തനങ്ങളിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റുന്ന കാലഘട്ടമാണ്. സഹോദര ബന്ധത്തിൽ കൂടുതൽ ഊഷ്മളതകൾ പ്രതീക്ഷിക്കാം. ആത്മീയ കാര്യങ്ങളിലും താല്പര്യം കൂടി വരുന്നതാണ്. പാഴ്ചെലവുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. കുടുംബത്ത് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന കാലഘട്ടം മുന്നിലേക്ക് വരുന്നുണ്ട്. തർക്കപരമായിട്ടുള്ള കാര്യങ്ങളിൽ മധ്യസ്ഥതയിലൂടെ നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാ കാര്യത്തിലും ആഗ്രഹപൂർത്തീകരണം ഉണ്ടാകുന്ന കാലഘട്ടം തന്നെയാണ്. 2ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ 7.5 ശനിക്കാലം തുടരുകയാണ്. എന്നാൽ 2ാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്നതിനാൽ ശനിയുടെ ദോഷം കുറഞ്ഞു വരുന്നു എന്നുള്ളത് ആശ്വാസമാണ്. ദോഷങ്ങൾ കുറച്ചു കൊണ്ടുവരുന്നതിനും ഗുണവർധനവുണ്ടാകുന്നതിനും ചില പരിഹാര മാർഗങ്ങളും കൂടി നിർദ്ദേശിക്കാം. മാസത്തിലെ ആദ്യത്തെ അവസാനത്തെ ശനിയാഴ്ച അയ്യപ്പക്ഷേത്രത്തിൽ നീരാജനം തെളിയിക്കുക, പാനകം വഴിപാട് കഴിപ്പിക്കുക ഗുണകരമായിരിക്കും. ശിവക്ഷേത്രത്തിൽ ജലധാരയും പിൻവിളക്കും കഴിപ്പിക്കുക. പാശുപത യന്ത്രം എന്നറിയപ്പെടുന്ന ഏലസ് തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക. ദേവീക്ഷേത്രത്തിൽ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച തോറും ത്രിമധുരം കഴിപ്പിക്കുക. ഗണപതിക്ക് ചതുർത്ഥി തോറും നാളികേരം ഉടയ്ക്കുക മുതലായവ ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് ദൈവചിന്തയോടെ മുന്നോട്ട് പോയാൽ നമ്മുടെ കർമ്മമണ്ഡലം വിളങ്ങുകയും നമുക്ക് മുന്നിലുള്ള വർഷകാലയളവെ നന്നായിട്ട് തന്നെ മാറ്റിയെടുക്കാനും നമുക്ക് ഗുണപരമായിട്ടുള്ള ഒരു ജീവിത പുരോഗതി ഈ കാലയളവിൽ സിദ്ധിക്കാനും കഴിയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.